സൗദിയിലെ റിയാദിലുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മാർച്ച് 18-നായിരുന്നു സംഭവം. ഇതിനിടെ ഇറാനിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ IRGC വക്താവ് കൊല്ലപ്പെട്ടു. ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി രംഗത്തെത്തി. സംഘർഷം തുടരുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് അശാന്തിയുടെ വാർത്തകൾ വീണ്ടും നിറയുകയാണ്. ഈ മാസം 18-ന് റിയാദിൽ നടന്ന ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. എന്നാൽ മരിച്ച ഇന്ത്യൻ പൗരന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതിനിടെ ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ മിസൈൽ ആക്രമണത്തിൽ IRGC വക്താവ് കൊല്ലപ്പെട്ടു. ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടതെന്ന് IRGC സ്ഥിരീകരിച്ചു. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ച് വാതകപ്പാടങ്ങൾ ഇനി ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. അതിനിടെ 31ാമത് മറൈൻ യൂണിറ്റിനെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി. ഇറാന്റെ ഗാർഗ് ദ്വീപ് സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണവാതക വിതരണം പുനഃസ്ഥാപിക്കാൻ 6 മാസം വരെ എടുത്തേക്കുമെന്ന മുന്നറിയിപ്പുമായി രാജ്യാന്തര ഊർജ്ജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ രംഗത്തെത്തി. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഏപ്രിൽ അവസാനം വരെ തുടർന്നാൽ എണ്ണവില ബാരലിന് $150 മുകളിലായി ഉയരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.